ന്യൂസ് ആൻഡ് വ്യൂസിന്റെ ചർച്ച ആരംഭിക്കുന്നു. പ്രധാനമായിട്ടും പോലീസിന്റെ തലപ്പത്തുണ്ടായിട്ടുള്ള സ്ഥാനമാറ്റങ്ങൾ. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ M.V. ഗോവിന്ദൻ മാസ്റ്റർ, ശ്രീ BRM ഷഫീർ, KPCC വക്താവ് ശ്രീ BRM ഷഫീർ, മുൻ SP ശ്രീ ജോർജ് ജോസഫ്, ഒപ്പം മാധ്യമപ്രവർത്തകൻ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ A. സജീവൻ. ആദ്യം ഇതുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക്. ക്രമസമാധാന പാലനത്തിന്റെ ചുമതലയുള്ള DGP പദവിയിൽ നിന്ന് ഒഴിവാക്കിയതിൽ സെൻകുമാറിന് അതൃപ്തി. തന്നെ മാറ്റിയത് ചട്ടപ്രകാരമല്ലെന്നും ഇതിനെതിരെ തനിക്ക് വേണമെങ്കിൽ കോടതിയെ സമീപിക്കാമെന്നും സെൻകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. എത്ര ശ്രമിച്ചാലും തനിക്ക് ബെഹ്റയെ പോലെയാകാൻ കഴിയില്ലെന്നും സെൻകുമാറിന്റെ ഒളിയമ്പ്. ഏത് സ്ഥാനചലനത്തിനും അതിൻ്റെതായ സന്ദേശമുണ്ടാകുമെന്ന് DGP ജേക്കബ് തോമസ്. സെൻകുമാറിനുള്ള മറുപടി പിന്നെ പറയാമെന്ന് പിണറായി വിജയനും പ്രതികരിച്ചു. സംസ്ഥാന പോലീസിലെ താക്കോൽ സ്ഥാനങ്ങളിൽ അഴിച്ചുപണി തുടങ്ങിയതിന് പിന്നാലെ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട TP സെൻകുമാർ സർക്കാരിനെതിരെ വിമർശനവുമായി രംഗത്തെത്തി. ചട്ടപ്രകാരമല്ല സ്ഥലമാറ്റമെന്നും തനിക്ക് വേണമെങ്കിൽ കോടതിയെ സമീപിക്കാവുന്നതേ ഉള്ളൂ എന്നും അദ്ദേഹം പ്രതികരിച്ചു. ഇപ്പം നിയമപരമായിട്ട് ഇതിലുള്ള തെറ്റുകളൊക്കെ എനിക്കറിയാം. സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റിൻ്റെ വയലേഷൻ പ്രകാശ് സിംഗ് കേസിൻ്റെ ഉണ്ട്, അതുപോലെ കേരള പോലീസ് ആക്ടിൻ്റെ വയലേഷൻ ഉണ്ട്. ഇതൊക്കെ അറിയാം. എന്നാൽ അങ്ങനെയൊരു ഇതിൽ പറ്റിയുകൊണ്ട് എനിക്ക് ഐ മേ സ്റ്റിൽ യൂസ് മൈ ലീഗൽ ഓപ്ഷൻ. തൻ്റെ പിൻഗാമിയായി DGP ബാറ്റൺ ഏറ്റുവാങ്ങുന്ന ലോക്നാഥ് ബെഹ്റയ്ക്കും കിട്ടി സെൻകുമാറിൻ്റെ കയ്യിൽ നിന്നും മുനവച്ച 2 വാക്ക്. കാരണം ഐ ഡോണ്ട് ഹാവ് എനി എന്താ പറയുന്നത് ക്ലബ്ബോ അല്ലെങ്കിൽ മറ്റേ ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ എന്താ പറയുന്നത് 5 സ്റ്റാർ ഡിന്നറോ ഒന്നുമില്ല. സ്റ്റേറ്റ് ബോൺ ആൻഡ് ബോട്ടപ്പ്. നമ്മൾ കുറച്ച് സമയം പുറത്ത് ഒഴിച്ച് ബാക്കി എല്ലാ സമയവും ഈ സ്റ്റേറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. ഈച്ച് ഗവൺമെൻറ് ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ പോളിസി. അവരുടെ പ്രിഫേർഡ് ഓഫീസേഴ്സൊക്കെ ഉണ്ടായിരിക്കാം. ഇതിൽ എനിക്ക് പറയാൻ പറ്റുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, സെൻകുമാർ ഈസ് നോട്ട് ലോക്നാഥ് ബെഹ്റ. ഇപ്പോൾ ലോക്നാഥ് ബെഹ്റയെ ആഗ്രഹമുള്ളൊരു സർക്കാരിന് സെൻകുമാറിനെ പറ്റില്ല, അതെനിക്കറിയാം. ദാറ്റ് ഈസ് ഫോർ ദ ഗവൺമെൻറ് ടു ഡിസൈഡ്. ഇൻ എനി കേസ് ഐ കനോട്ട് ബിക്കം ബെഹ്റ. ദാറ്റ് ഈസ് മൈ പ്രോബ്ലം. സെൻകുമാർ ക്യാൻ ബി സെൻകുമാർ, ബെഹ്റ ക്യാൻ ബി ബെഹ്റ. കാവ്യനീതി എന്നോണം പുതിയ വിജിലൻസ് ഡയറക്ടറാവുന്ന ജേക്കബ് തോമസിന്റെ പ്രതികരണം അർദ്ധഗർഭമായിരുന്നു. ഏത് സ്ഥാനചലനത്തിന് പിന്നിലും ഒരു സന്ദേശമുണ്ടാകുമെന്ന് ജേക്കബ് തോമസ് പറഞ്ഞു വെച്ചപ്പോൾ അതെവിടെയൊക്കെയോ കൊള്ളുന്നത് പോലെ തോന്നി. എല്ലാ ഉത്തരവാദിത്തങ്ങൾക്കും ഒരു ഭംഗിയുണ്ടല്ലോ, എല്ലാത്തിലും മെസ്സേജുകളില്ലേ നല്ലതും. സർക്കാരിനെ വിമർശിച്ച സെൻകുമാറിനുള്ള മറുപടി പിന്നെ പറയാമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. കഴിഞ്ഞ UDF സർക്കാർ അധികാരത്തിൽ വന്നയുടനെ അതിനു മുമ്പത്തെ LDF സർക്കാർ നിയോഗിച്ച ഒരു ഉദ്യോഗസ്ഥരെയും മാറ്റിയിരുന്നില്ല എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. ഏതായാലും ശ്രീ സെൻകുമാർ വളരെ സമർത്ഥനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. മുഖം നോക്കാതെ നിയമം നീതി നടപ്പാക്കുന്ന കാര്യത്തിൽ വളരെയേറെ പ്രാഗൽഭ്യം ഉള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അനുഭവം. കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ നിന്നും കേരളത്തിലേക്ക് മടങ്ങിവരാൻ താൽപ്പര്യം പ്രകടിപ്പിച്ച DGP മഹേഷ് കുമാർ സിംഗ്ലയെ ഒഴിവാക്കി 1 വർഷം മുമ്പാണ് ക്രമസമാധാന പാലന ചുമതലയുള്ള DGP-യായി സർക്കാർ നിയമിച്ചത്. 1991 അധികാരത്തിലെത്തിയ കരുണാകരൻ സർക്കാർ അന്നത്തെ DGP രാജഗോപാലൻ നായരെ മാറ്റി TV വെങ്കടാചലത്തെ നിയമിച്ചിരുന്നു. 2001 അധികാരത്തിലെത്തിയ AK ആന്റണിയും അന്നത്തെ DGP പത്മനാഭനെ മാറ്റി ജോസഫ് ഡഗ്ലസിനെ നിയമിച്ചിരുന്നു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സീനിയർ ഉദ്യോഗസ്ഥരെ പുറത്തു നിർത്തി താരതമ്യേന ജൂനിയർ ഉദ്യോഗസ്ഥരെ നിയമിച്ച സർക്കാരിൻ്റെ നടപടി വിമർശന വിധേയവുമായിരുന്നു. S. ജീവൻകുമാർ, തിരുവനന്തപുരം. ശ്രീ M.V. ഗോവിന്ദൻ മാസ്റ്റർ, പോലീസിന്റെ തലപ്പത്തിൽ വളരെ കാര്യമായിട്ടുള്ള അഴിച്ചുപണി. സ്റ്റേറ്റ് പോലീസ് ചീഫിനെ പോലീസ് ഹൗസിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷന്റെ MD ആക്കി മാറ്റുന്നു. ആ സ്ഥാനത്തിരുന്നയാളെ വിജിലൻസ് ഡയറക്ടറാക്കി കൊണ്ടുവരുന്നു. ഫയർഫോഴ്സിന്റെ മേധാവിയായിരുന്നയാളെ സ്റ്റേറ്റ് പോലീസ് ചീഫായി കൊണ്ടുവരുന്നു. അങ്ങനെ വളരെ കാര്യമായിട്ടുള്ള അഴിച്ചുപണി നടക്കുന്നു. എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഇതിലൂടെ? അല്ല, കൃത്യമായ സന്ദേശം അതിൽ നിന്ന് വ്യക്തമാണ്, വായിച്ചെടുക്കാൻ എല്ലാവർക്കും സാധിക്കുന്നതാണ്. ഈ ഗവൺമെൻറ് അഴിമതി രഹിതമായ ഒരു ഭരണകൂട സംവിധാനത്തിന് നേതൃത്വം കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഗവൺമെൻറ്റാണ്. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അഴിമതിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന നിരവധി ഉദ്യോഗസ്ഥന്മാരുണ്ട്. ആ ഉദ്യോഗസ്ഥന്മാരെ ആ സ്ഥാനത്ത് തന്നെ നിർത്തിയിട്ട് അഴിമതി രഹിതമായ ഒരു സമൂഹം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള പ്രായോഗികമായ ശരിയായ പ്രവർത്തനം നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്നതല്ല. അത് വളരെ പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. സന്ദേശമുണ്ട് എന്ന് നേരത്തെ പറഞ്ഞില്ലേ, അത് വളരെ കറക്റ്റാണ്. ഇതിൽ ജേക്കബ് തോമസ് പറഞ്ഞ സന്ദേശത്തിനെ നമുക്ക് എളുപ്പം വായിച്ചെടുക്കാൻ കഴിയും. ഇപ്പോൾ താങ്കൾ പറയുന്ന ഈ സന്ദേശത്തിനുള്ളിൽ TP സെൻകുമാർ അഴിമതിയുടെ ഒപ്പം നിന്നു എന്നുള്ള ഒരു സന്ദേശം കൂടെ ഉണ്ടോ ഇതിന്? മാത്രമല്ല, ക്രമസമാധാന നില പരിപൂർണമായി തകരുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീക്കിയിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ജിഷ കൊലപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ആ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ ഒരു പോലീസ് മേധാവി എന്ന രീതിയിൽ സാധിക്കില്ല എന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും സ്വയം ബോധ്യം വരുത്തുന്ന രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ച ആൾ തന്നെയാണ് സെൻകുമാർ. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതപ്പോൾ അഴിമതിയിൽ നിന്നും പരിപൂർണമായ രീതി അഴിമതി മാത്രമല്ല,
ഞാൻ ഈ പറഞ്ഞ കാര്യക്ഷമത, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് നേരെ നടന്ന കടന്നാക്രമങ്ങളെ ഫലപ്രദമായിട്ട് നേരിടുന്നതിന് വേണ്ടിയുള്ള അതിൻ്റെ ആദ്യ ഘട്ടത്തിലുള്ള ഇടപെടൽ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിലൊക്കെ വളരെ ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത്. അത് ഈ കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ കേരളത്തെപ്പറ്റി മനസ്സിലാക്കുന്ന മുഴുവൻ ജനങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥമായ തലപ്പത്ത് നിർത്തിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടുകളും നയങ്ങളും നടപ്പിലാക്കാൻ സാധിക്കുന്നതല്ല. അതാണ് വളരെ വ്യക്തതയോടുകൂടി തിരിച്ചു വരാം. ശ്രീ ബി ആർ എം ഷഫീർ, ഇത്തരത്തിൽ കാര്യക്ഷമതയിൽ കൃത്യമായി കാര്യക്ഷമത തെളിയിക്കാത്ത, അഴിമതിയോടൊപ്പം കുറച്ചെങ്കിലും നിന്നിട്ടുള്ള, സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങളിൽ ചടുലമായ നിലപാടെടുക്കാത്തതിൻ്റെ കാരണം കൊണ്ടാണ് ടി പി സെൻകുമാറിന് ആസ്ഥാനത്ത് നിന്ന് മാറേണ്ടി വന്നത്. ഒപ്പം ജേക്കബ് തോമസ് തിരിച്ചു വരുമ്പോഴുള്ള സന്ദേശം എന്താണെന്നുള്ളത് പൊതുജനത്തിന് നമുക്ക് വായിച്ചെടുക്കുവാൻ കഴിയുന്നതുമാണെന്ന് ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നു. എങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടി ഇതിനെ നോക്കിക്കാണുന്നത്? ഞങ്ങളിതിനെ കാണുന്നത്, ബഹുമാനായ ഗോവിന്ദൻ മാസ്റ്ററുടെ അഭിപ്രായം ഞാനിങ്ങനെ ശ്രദ്ധയോടുകൂടി കേൾക്കുകയായിരുന്നു. ഗോവിന്ദൻ മാസ്റ്റർ പറയേണ്ട ഒരു കാര്യമുണ്ട്. സെൻകുമാർ അഴിമതിക്കാരനായിരുന്നു, സെൻകുമാർ സ്വജനപക്ഷപാതിയായിരുന്നു, സെൻകുമാറിന് സർവീസ് ചട്ടങ്ങളുടെ എന്തെങ്കിലും ലംഘനമുണ്ടായോ, സെൻകുമാർ പോലീസിൻ്റെ നിയന്ത്രണങ്ങൾക്കും അപ്പുറത്തേക്ക് കാര്യങ്ങൾ കടന്നു പോയോ, സെൻകുമാർ ആരെങ്കിലും സംരക്ഷിച്ചോ? നേരത്തെ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ ഒരൊറ്റ കാര്യവും സെൻകുമാറിനെതിരെ ഇതുവരെയും ആരോപണമായി പുറത്തു വന്നിട്ടില്ല. ഇതുവരെയും ആരും, പ്രതിപക്ഷം പോലും ആരോപിച്ചിട്ടില്ല സെൻകുമാർ ഇതൊക്കെയാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ സെൻകുമാർ ഇന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എന്നെ പിടിക്കില്ല, പകരം വരുന്ന ബെഹ്റ, പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ ഡിന്നർ സ്ഥിരമായി കഴിക്കുന്ന ആൾ, എറണാകുളത്ത് കമ്മീഷണറായിരുന്നപ്പോൾ നിരവധി തവണ പഞ്ചനക്ഷത്ര ക്ലബ്ബുകളിലെ സ്ഥിരം അന്തേവാസി. പക്ഷെ അതൊരു തെറ്റാണോ ആണോ എന്നുള്ളതാണ്, അതാണ് ചോദ്യം. അങ്ങനെയുള്ളയാളിനെ നിയമിച്ചതിൻ്റെ മുമ്പിൽ എന്റെ ചോദ്യം, കോൺഗ്രസിന്റെ മുമ്പിൽ അതൊരു വ്യക്തമായ, ഞാൻ പറയുന്നു ആണ്, പോലീസിന്റെ DGPയുടെ ഒരു പോലീസ് മേധാവിയായിരിക്കുന്നയാൾ പഞ്ചനക്ഷത്ര സംസ്കാരമുള്ള ആളാണെങ്കിൽ ഇദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ? ക്ലബ്ബുകളിലെ സ്ഥിരം അന്തേവാസിയായി ഒരു തരത്തിലുള്ള സാൻമാർഗിക ജീവിതത്തിൽ നിന്ന് വ്യതിചലിച്ച ഒരാളിന് നേരത്തെ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതുപോലെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായുള്ള ഒരു ഭരണകൂടത്തിൻ്റെ പോലീസ് മേധാവിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ? ഇവിടെ മാറ്റുന്നതും തെറ്റൊന്നുമല്ല. ഞാനൊരു കാര്യം പറയാം. ഒന്ന്, നിലവിൽ 2006 പിന്നെ BSന്റെ ഗവൺമെൻറ് വരുന്നത് വരെ മാറ്റുന്നതിലും തിരിക്കലും ഒരു നിയമമൊന്നും ഉണ്ടായിരുന്നില്ല, സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായിരുന്നില്ല. പക്ഷേ കാലം മാറി, ചരിത്രം മാറി. ഇപ്പോൾ എന്താണെന്നറിയോ? ഒന്ന്, ബഹുമാനപ്പെട്ട കോടിയേരി ബാലകൃഷ്ണൻ സഖാവ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ കൊണ്ടുവന്ന പുതിയ പോലീസ് ആക്ട് ഗോവിന്ദൻ മാസ്റ്റർ അതനുസരിച്ച് വായിക്കണം. അതിൽ 97(1)(e) എന്ന് പറയുന്നത് ദി ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഓഫ് ജനറൽ പബ്ലിക്. അങ്ങനെ വന്നാൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കണം. അതിൽ ഹോം സെക്രട്ടറി ഉണ്ടാവണം, ലാ സെക്രട്ടറി ഉണ്ടാവണം, ആഭ്യന്തരമന്ത്രി, ഇവിടുത്തെ മുഖ്യമന്ത്രി നേരിട്ട് പങ്കെടുക്കാം. എന്നിട്ട് എന്തുകൊണ്ട് ഇദ്ദേഹത്തെ മാറ്റുന്നു അവിടെ പറയണം, വിചാരണയാണ് അവിടെ. എന്നിട്ട് ആരെയാണ് പകരം വെക്കേണ്ടത് അവിടെ ചർച്ച ചെയ്യണം, ആ സമിതിയുടെ മുമ്പാകെ വരണമെന്ന് വ്യക്തമായി പോലീസ് ആക്ടിൽ പറയുന്നു. ഇവിടെ അത് ഉണ്ടായിട്ടില്ല. 2, സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവുണ്ട്, പ്രകാശ് സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസിൽ വ്യക്തമായി 2 കൊല്ലത്തിൽ കൂടുതൽ സർവീസുള്ള ഒരു DGP പോലീസ് മേധാവിയായിട്ടിരുന്നാൽ അദ്ദേഹത്തെ മാറ്റാൻ പാടില്ല. അതും വളരെ ക്രിട്ടിക്കലായിട്ടുള്ള വിഷയമാണെങ്കിൽ പോലും അദ്ദേഹത്തോട് ചോദിക്കാതെ മാറ്റാൻ പാടില്ല, ആരാ X or Y ആരാവട്ടെ എന്നുള്ളത് വ്യക്തമായി പറയുന്നു. 3, IPS IAS ഓഫീസർമാരുടെ സർവീസ് ചട്ടങ്ങൾ, അതിൽ വ്യക്തമായി കാര്യങ്ങൾ പറയുന്നുണ്ട്. സീനിയോറിറ്റിയെ സംബന്ധിച്ച് സീനിയോറിറ്റി, ഇനി ഞാൻ പറയട്ടെ, അഴിമതി വിരുദ്ധ പ്രതിച്ഛായയുടെ പേരിലാണ് ഇദ്ദേഹത്തെ വെച്ചെങ്കിൽ, ബെഹ്റയെ വെച്ചെങ്കിൽ, ബെഹ്റ പഞ്ചനക്ഷത്ര സംസ്കാരമുള്ളതാണെന്ന് ആരോപണമുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എന്തേ ഇവർ ജേക്കബ് തോമസിനെ വെച്ചില്ല? ശരി, ഞാനിവിടെ ഒറ്റ ചോദ്യം മാത്രം, 2 വിഷയങ്ങളാണ് താങ്കൾ ഉന്നയിച്ചത്. അതിൽ ഒരു വിഷയം ടെക്നിക്കലാണ്, അതവിടെ നിൽക്കട്ടെ, സാങ്കേതികമായിട്ടുള്ള വിഷയങ്ങൾ, അതിലേക്ക് ഞാൻ ഉറപ്പായിട്ടും വരാം. അതിനു മുമ്പ് മറ്റൊരു കാര്യം, ഈ പഞ്ചനക്ഷത്ര സംസ്കാരമുള്ളവരും ക്ലബ് മെമ്പർഷിപ്പ് ഉള്ളവരും എല്ലാവരും തന്നെ ഇത്തരത്തിലുള്ള പ്രമുഖമായ സ്ഥാനങ്ങൾ വഹിക്കുവാൻ പര്യാപ്തമായിട്ടുള്ള ആൾക്കാരല്ല, ഉചിതമായിട്ടുള്ള ആൾക്കാരല്ല എന്നുള്ള ഒരു നയം കോൺഗ്രസ് പാർട്ടിയുടെ നയമാണോ? ഞാൻ പറയുന്നു, പഞ്ചനക്ഷത്ര സംസ്കാരവുമായിട്ട് മുന്നോട്ട് പോകുന്നവർ, ക്ലബ്ബ് സംസ്കാരവുമായിട്ട് മുന്നോട്ട് പോകുന്നവർ, അവർ പോലീസിനെ സ്ട്രൈറ്റ് ആയിട്ട് നയിക്കാൻ പറ്റില്ല. അവർക്ക് അഴിമതി വിരുദ്ധ പ്രതിച്ഛായ സൃഷ്ടിക്കാൻ, അതിന്റെ കാര്യം എന്താണ്? അവർക്ക് ആളുകളെ നയിക്കാൻ പറ്റില്ല. ഷഫീർ, ഒരു നിമിഷം, പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ പോവുകയും പഞ്ചനക്ഷത്ര ക്ലബ്ബുകളിൽ പോവുകയും പഞ്ചനക്ഷത്ര ക്ലബ്ബുകളിൽ പോവുകയും ചെയ്യുന്നവർ അഴിമതിക്ക് കുടപിടിക്കുന്ന ആൾക്കാരായിരിക്കും എന്ന് വ്യാഖ്യാനിക്കുന്നത് സമൂഹത്തിൽ പൊതുവെയുള്ള ഒരുപാട് ആൾക്കാരുടെ മുഖത്ത് നോക്കി അധിക്ഷേപിക്കുന്നത്. അങ്ങനെയല്ല പറഞ്ഞത്. പഞ്ചനക്ഷത്ര സംസ്കാരവുമായി ബന്ധപ്പെട്ട് സ്ഥിരമായി ക്ലബ്ബുകളിൽ പോകുന്നവർക്ക് പലതരത്തിലുള്ള കെട്ടുപാടുകൾ ഉണ്ടാവും, ബാന്ധവങ്ങൾ ഉണ്ടാവും. അതൊരു സ്ട്രെയിറ്റ് ആയിട്ട് ഉദ്യോഗസ്ഥന് ചേരുന്നതല്ല എന്നുള്ളത് ശരി, അതാണ് താങ്കളുടെ വാദം, വ്യക്തമാണ്. ഒരു കാര്യം പറയാം. ശ്രീ ജോർജ് ജോസഫ്, 2 പ്രധാന കാര്യങ്ങളാണ് ഇവിടെ ഉന്നയിച്ചത്. ഒന്ന്, ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ അഴിമതി വിരുദ്ധ പോരാട്ടത്തിന് വേണ്ടി കൂടെ ഒപ്പം നിർത്തുവാൻ കഴിയുന്ന,
കാര്യക്ഷമത കൃത്യമായി തെളിയിച്ചിട്ടുള്ള, സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങളിൽ ചടുലമായ നടപടിയിൽ എടുക്കാത്തവർ മാറി നിൽക്കട്ടെ, ഉള്ളവർ മുന്നിലേക്ക് വരട്ടെ. ഒന്ന്, ഷഫീർ പറയുന്ന പ്രധാനപ്പെട്ട വിഷയം, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു സ്ഥലത്തുണ്ടെങ്കിലും പുതിയതായി വന്നിരിക്കുന്ന സ്റ്റേറ്റ് പോലീസ് ചീഫ് ചില പ്രശ്നങ്ങളുള്ള ആളാണെന്ന് ഷഫീർ പറയുന്നു, പ്രത്യേകിച്ചും പഞ്ചനക്ഷത്ര സംസ്കാരം. 2, പോലീസ് ആക്ടിനും സുപ്രീം കോടതി വിധിക്കും എതിരാണ് ഈ തീരുമാനം. എങ്ങനെയാണ് താങ്കൾ ഈ രണ്ട് കാര്യങ്ങളെയും വിലയിരുത്തുന്നത്? അല്ല, നമുക്ക് ട്രാക്ക് റെക്കോർഡ് ഏറ്റവും നല്ല റെക്കോർഡുള്ള ഒരാളാണ് തന്നെ സെൻകുമാർ, സംശയമൊന്നുമില്ല. അദ്ദേഹത്തിന് ജാതി മത ചിന്തകളൊക്കെ ഉണ്ടോയെന്ന് എനിക്ക് അങ്ങനെയൊന്നും ഇതുവരെ അങ്ങനെ ഒരു ആരോപണങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. വളരെ ഓണസ്റ്റ് ഓഫീസറാണ്, സ്ട്രൈറ്റ് ഫോർവേഡാണ്. അദ്ദേഹം ഒരു ക്ലബ്ബിലും അംഗമല്ല എന്നുള്ള സത്യമാണ്. മിക്കവാറുള്ള IPS ഓഫീസേഴ്സൊക്കെ ഏതെങ്കിലും ക്ലബ്ബിലൊക്കെ പോകുന്നു. ഈ ക്ലബ്ബിൽ പോകുമ്പം പല ബന്ധങ്ങൾ വന്നു കഴിയുമ്പം നിയമം നടപ്പാക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ട് വരും. ഞാനൊന്നും ഇതുവരെ ഒരു ക്ലബ്ബിലും മെമ്പറല്ല. അതുപോലെ അദ്ദേഹം മദ്യപിക്കുമെന്നും സംശയമുണ്ട്. അപ്പോൾ അതൊക്കെ നല്ലൊരു ക്വാളിറ്റി തന്നെയാണ്. പക്ഷേ ഗവൺമെൻറ്റിന് എന്തായാലും എത്ര കഴിവുള്ള ആളായാലും ശരി മാറ്റാനുള്ള അധികാരമുണ്ട്. അത് സുപ്രീം കോടതിയും പോലീസ് ആക്ടിനകത്തൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർക്ക് അതിൻ്റെ ഗ്രീവൻസസ് ലീഗൽ ഫോറത്തിൽ പോയി പരിഹരിക്കാം. പക്ഷേ അത് എനിക്ക് തോന്നുന്നില്ല ഗവൺമെൻറ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ അഗൻസ്റ്റ് ആയിട്ട് ഒരു കോടതിയോ ഒരു ഗവൺമെൻറ് ഒരു സുപ്രീം കോടതിയോ അല്ലെങ്കിൽ ഹൈക്കോടതിയോ പോകുമെന്ന് എനിക്ക് ശ്രീ ഷഫീർ ഉയർത്തി കാണിച്ച 2 പ്രധാന വിഷയങ്ങളാണ്. ഒന്ന് പോലീസ് ആക്ടും, 2 ഒരു സുപ്രീം കോടതി വിധിയും. ഈ 2 വിഷയങ്ങളെയും സ്പെസിഫിക്കായി ഒന്ന് വിശകലനം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം ഇന്ന് ശ്രീ സെൻകുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, സാധാരണഗതിയിൽ തനിക്ക് പോകുവാൻ താല്പര്യമില്ല, പക്ഷേ മേ ബി നോക്കിയേക്കാം ഒരു കൃത്യമായ ഇൻഫർമേഷൻ പോലും തരാതെ മാറ്റിയ കാരണം കൊണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നിലനിൽക്കുന്നതായിരിക്കുമോ സെൻകുമാറിന്റെ വാദം അദ്ദേഹം കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ? അദ്ദേഹം കോടതി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഗവൺമെൻറ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ തന്നെയാണ് ഏറ്റവും ടോപ്പ്. അത് എത്ര കഴിവുള്ളതായാലും ഞങ്ങളൊക്കെ ഒത്തിരി അനുഭവിച്ചിട്ടുള്ള ആളുകൊണ്ടാണ് പറയുന്നത്. അത് ഗവൺമെൻറ് നിശ്ചയിക്കുന്നത് നമ്മൾ ആ തീരുമാനം വഴങ്ങി അങ്ങ് മാറിക്കൊടുക്കുന്നത് തന്നെ നല്ലത്. എത്ര കഴിവ് കൂടിയാലും കഴിവ് കുറഞ്ഞാലും. പക്ഷേ മിനിമം ഒരു സ്ഥലത്ത് ഇരിക്കാനുള്ള ഒരു 2 വർഷം 3 വർഷം ഒരു ഗവൺമെൻറ് കൂടെ അത് മാറ്റുന്നത് ശരിയല്ല. പക്ഷേ ഒരു DGPയുടെ ഒരു കാര്യങ്ങൾ ഡയറക്ഷൻ കൊടുത്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകില്ല. കാരണം SP-മാർ IG-മാർ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഉണ്ട്. ജില്ലകൾ ഭരിക്കുന്നത് SP-മാരും അവരുടെ കീഴിലുള്ള SI-മാർ തന്നെയാണ്. ഞാൻ അതിലേക്ക് വരാം. ശ്രീ ഗൗതമശ്രീ, 2 പ്രധാന വിഷയങ്ങളാണ് ഷഫീർ സൂചിപ്പിച്ചത്. ഒന്ന്, നിങ്ങൾ ഈ ചെയ്തിരിക്കുന്ന നിലപാടുകളും നടപടികളും ഒന്നും തന്നെ പോലീസ് ആക്ടിനനുസരിച്ച് വരുന്നതല്ല, നിയമപരമായ കൃത്യമായി ഫോളോ ചെയ്ത് വരുന്നതല്ല. 1. 2, ഒരു പഞ്ചനക്ഷത്ര സംസ്കാരമുള്ള ഒരാളെ, ഒരുപക്ഷെ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ സംഘടനയ്ക്ക് യോജിച്ചു പോകുവാൻ കഴിയാത്ത രീതിയിൽ പഞ്ചനക്ഷത്ര സംസ്കാരമുള്ള ഒരാളെ, ഒരുപാട് കാര്യങ്ങളുമായി ബാന്ധവമുള്ള ഒരാളെയാണ് എടുത്തു വെച്ചിരിക്കുന്നത് സ്റ്റേറ്റ് പോലീസ് ചീഫായിട്ട്. അതും ഭാവിയിൽ ബാധിക്കുമെന്നുള്ള ഒരു അപ്രിഹെൻഷനാണ് ഷഫീർ ഉയർത്തുന്നത്. ഈ ഷഫീർ പറയുന്നത് ഇപ്പോൾ ഈ പഞ്ചനക്ഷത്ര ഹോട്ടൽ സംസ്കാരത്തിൻ്റെ വക്താവാണെന്ന് പറഞ്ഞതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. ഏതെങ്കിലും ക്ലബ്ബ് പോയിട്ടുണ്ടാവില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അദ്ദേഹത്തിന് കൃത്യമായ നിലപാടുണ്ട്, കൃത്യമായ സമീപനങ്ങളുണ്ട്. അത് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ കേരളത്തിലെ പോലീസ് സൈന്യത്തിൻ്റെ മേധാവി എന്ന രീതിയിൽ സാധിക്കുമെന്ന ഉറച്ച വിശ്വാസമാണല്ലോ ഗവൺമെൻറ്റിനുള്ളത്. മറ്റൊന്ന്, പോലീസ് ആക്ട് അനുസരിച്ചല്ല മാറ്റം വരുത്തിയിട്ടുള്ളത് എന്ന് പറയുന്നതിൽ യാതൊരു കാര്യമില്ല. പോലീസ് ആക്ട് അനുസരിച്ച് തന്നെയാണ് മാറ്റം വരുത്തിയിട്ടുള്ളത്. അതിൽ ഇവിടെ പറഞ്ഞതുപോലെ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ കമ്മിറ്റി അവരുമായിട്ട് ആലോചിച്ച് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണെന്നുള്ള വിവരം മുഖ്യമന്ത്രി പറയുമായിരിക്കും. അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അത് ഈ ഷഫീറിന് മനസ്സിലായിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. കൃത്യമായി ഫോളോ ചെയ്തിട്ടുണ്ട് നിയമ നടപടികളെല്ലാം. ഷഫീർ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? അതായത് ഒന്ന്, പബ്ലിക്കായിട്ട് അദ്ദേഹത്തിനെതിരെ വേറെ ആരോപണങ്ങളൊന്നും ഉയർന്നു വന്നിട്ടില്ല. 2, ഇത്തരത്തിലുള്ള നിയമ നടപടികളെല്ലാം ഫോളോ ചെയ്തുകൊണ്ട് തന്നെയാണ് നടപടികൾ എടുത്തിരിക്കുന്നത് സർക്കാർ. ഞാൻ പറയട്ടെ, ഗോവിന്ദ മാസ്റ്റർക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റൂ? അല്ല, അതൊരു ഒബ്ജക്റ്റീവ് വിഷയമാണ്. അതുകൊണ്ട് ആർക്ക് എങ്ങനെ പറയുന്നു എന്നുള്ളൊരു വിഷയമല്ല. സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർക്ക് ഞങ്ങൾ എടുത്ത് നിയമപരമായി തെറ്റുണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ പോലീസ് ആക്ടിലെ 97(1)E അനുസരിച്ചാണെന്നില്ല അദ്ദേഹത്തെ വിളിച്ചു വരുത്തണം. വെറുതെ റോഡിൽ നിന്ന് നിർത്തിയിട്ട് രാത്രി 11:30 മണിക്ക് ചീഫ് സെക്രട്ടറി വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹത്തെ മാറ്റാൻ പറഞ്ഞാൽ മാറ്റാൻ പറ്റില്ല. അതുപോലെ ഞാൻ മറ്റൊരു അദ്ദേഹത്തെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന് പറയാനുള്ളത് നിങ്ങളെ മാറ്റാൻ പോവാ. നിങ്ങളെ മാറ്റുന്നത് ഇപ്പോൾ ഒരു ADGP ഇരിക്കുന്ന പോലീസ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനിലെ മേശരിമാരുടെ കണക്കെടുക്കാനുള്ള ഇതിലേക്ക് നിങ്ങളെ മാറ്റുകയാണ് എന്ന് പറഞ്ഞൊരു പോലീസ് ചീഫിനെ മാറ്റുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗം കേൾക്കാനുള്ള നാച്ചുറൽ ജസ്റ്റിസ് ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ അവരൊക്കെ അറിഞ്ഞതാണല്ലോ പറയുന്നത്. അവരുടെ മുമ്പിൽ വിളിച്ചു വരുത്തിയിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ വിശദീകരണം കേട്ടിട്ടുണ്ടോ? സ്റ്റേറ്റ് പോലീസ് ചീഫ് ആയിരുന്ന ഒരാളെ മുഖ്യമന്ത്രിക്ക് അദ്ദേഹം അപ്പീൽ കൊടുത്തു. സ്റ്റേറ്റ് പോലീസ് ചീഫ് ആയിരുന്ന ഒരാളെ താരതമ്യേന
അത്രയും പ്രസക്തമല്ലാത്ത ഹൗസിംഗ് കോർപ്പറേഷന്റെ പോലീസ് എന്ന് ഹൗസിംഗ് പറഞ്ഞാൽ ഒരു കോർപ്പറേഷന്റെ ADGP ഇരിക്കുന്ന ഹെഡാക്കിയത് ശരിയല്ല എന്നുള്ളതാണ് പറയുന്നത്. ഒരു ADGP ഇരിക്കേണ്ട പോസ്റ്റിലേക്ക് അദ്ദേഹത്തെ തരം താഴ്ത്തിയത് ശരി, ഇനി എന്റെ മറ്റൊരു ചോദ്യം. ഒറ്റ നിമിഷം അല്ലെങ്കിൽ കടന്നു പോയി ഒരു നിമിഷം ഷഫീറെ, ജേക്കബ് തോമസിനെ പോലെ ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഇതേ മേസ്ത്രിമാരുടെ കണക്കെടുത്താൻ താങ്കൾ ഉപയോഗിച്ച വാക്ക് പറഞ്ഞാൽ അത് ശരിയാണോ? അവിടെയാണ് ഞാൻ പറഞ്ഞത് ജേക്കബ് തോമസിനെ തരം താഴ്ത്തുകയായിരുന്നില്ല. അല്ലല്ല, എന്റെ ചോദ്യം വളരെ എഫിഷ്യൻസി പ്രൂവ് ചെയ്ത ഒരാളെ മേസ്ത്രിമാരുടെ കണക്കെടുക്കാൻ വിട്ടത് ശരിയാണോ? കൺസ്ട്രക്ഷൻ കോർപ്പറേഷന്റെ MD ആയി ജേക്കബ് തോമസിനെ എടുത്തു വെച്ചു എന്നുള്ളതാണല്ലോ ആരോപണം. അവിടെ ആരോപണമല്ല, ADGP ആയിരുന്ന ആളിനെ DGP ആയിട്ട് പ്രൊമോട്ട് ചെയ്താ വെച്ചത്. ഇവിടെ എന്താ ചെയ്യുന്നറിയോ? DGP ഏത് DGP 6 DGP ആരുള്ളതല്ല, ക്രമസമാധാന ചുമതലയുള്ള പോലീസ് ചീഫിനെ എടുത്ത് ADGP തലത്തിലേക്ക് തരംതാഴ്ത്തുകയാണ് ചെയ്തത്. രണ്ടും വ്യത്യാസം. താങ്കളുടെ വാദം അതവിടെ നിൽക്കട്ടെ. രണ്ടും വ്യത്യാസം. അല്ലല്ല, എന്റെ ചോദ്യം DGP ആക്കുന്നതും എന്റെ ചോദ്യം അതല്ല സുഹൃത്തെ. എന്റെ ചോദ്യം വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ താങ്കൾ കളിയാക്കുന്ന രീതിയിൽ പറഞ്ഞ മേസ്ത്രിമാരുടെ കണക്കെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചത് എന്തുമാത്രം ശരിയാണ്? അത് നിങ്ങളുടെ സർക്കാരിന്റെ ഒരു വാശി തീർക്കൽ മാത്രമായിരുന്നില്ലേ? അത് ന്യായീകരിക്കാൻ കഴിയും? എന്തുകൊണ്ട് കഴിയില്ല? ഈ മേസ്ത്രിമാരുടെ കണക്കെടുക്കാൻ എന്ന് പറഞ്ഞ് കളിയാക്കിയത് താങ്കളല്ലേ? കൺസ്ട്രക്ഷൻ കോർപ്പറേഷന്റെ അർത്ഥത്തിൽ കണ്ടാവും മേസ്ത്രി ആ നൂൽ കയറി പിടിക്കണ്ട. ഞാൻ പറഞ്ഞത് കൺസ്ട്രക്ഷൻ നൂലിൽ വരുന്ന പലതും മനസ്സിൽ നിന്ന് പുറത്തു വരുന്നതാണ്. ടങ്ക് സ്ലിപ്പായി പറഞ്ഞതൊന്നും അല്ല പ്രവീണ. ഞാൻ ഇപ്പോഴും പറയാം, അദ്ദേഹത്തെ കൺസ്ട്രക്ഷൻ കോർപ്പറേഷന്റെ ഇതായിട്ട് ഞങ്ങൾ വെച്ചത് ADGP തലത്തിൽ നിന്ന് DGP ആയിട്ട്. എന്നാ നിങ്ങൾ വെച്ചതോ? നിങ്ങൾ എങ്ങനെയാ വെച്ചത്? DGP തലത്തിൽ നിന്നും സ്റ്റേറ്റ് പോലീസിന്റെ 1ാമത്തെ സ്ഥലത്ത് നിന്നും എടുത്ത് ADGP തലത്തിലേക്ക് തരം താഴ്ത്തുകയായിരുന്നു. രണ്ടും രണ്ടാണ്. ഞങ്ങൾ പ്രൊമോഷൻ കൊടുത്തു, സെൻകുമാറിനെ പ്രൊമോട്ട് ചെയ്തു. രണ്ടും രണ്ടാണ്. ജേക്കബ് തോമസിനെ പോലുള്ള ഒരാൾക്ക് ആള് ഇരിക്കേണ്ട കസേരയാണോ? ഭരണമൊന്നുമില്ലല്ലോ, ഞാൻ തുറന്നു പറഞ്ഞു. കേരളത്തിൽ ശ്രീ ഉമ്മൻചാണ്ടി അല്ലാതെ വേറെ ആരായിരുന്നാലും ശരി ജേക്കബ് തോമസ് പിന്നെ കസേരയിൽ ഉണ്ടാവില്ല. ഗോവിന്ദൻ മാസ്റ്റർ പാർട്ടി ഇപ്പൊ പറഞ്ഞല്ലോ, ഗവൺമെന്റ് നയമുണ്ട്. ശിക്ഷണ നടപടിയായിരുന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ട് സുപ്രീം കോടതിയിൽ കേസ് പറയും, പിന്നീട് എടുക്കാം എന്ന് പറയാനുള്ള എന്ന് പറഞ്ഞാൽ സർവീസ് ചട്ടങ്ങൾക്ക് പിന്നെ വിരുദ്ധമായി ഒരു ഗവൺമെന്റിനെ വെല്ലുവിളിച്ചുകൊണ്ട്, ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയെയും വെല്ലുവിളിച്ചുകൊണ്ട് പരസ്യമായി, ഇതിനകത്തല്ല ഒഫീഷ്യൽ ഫോറത്തിനകത്തല്ല, പരസ്യമായി പത്രസമ്മേളനം വിളിച്ച ഒറ്റ കാരണത്താൽ അദ്ദേഹത്തെ പുറത്താക്കുന്നത് ഒരു മുഖ്യമന്ത്രിയുടെ സഹാനുഭൂതിയായിട്ട് അദ്ദേഹത്തിന്റെ ഒരു മാനുഷിക പരിഗണനയായിട്ട് കണ്ടാൽ, അതുകൊണ്ട് ആ ആള് പറഞ്ഞ വിഷയങ്ങൾ വ്യക്തമാകുന്നത് കൊണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോകട്ടെ. അതായത് ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. അങ്ങനെ പുറത്താക്കാൻ നിഷ്കരണമായി പുറത്താക്കാതെ എന്നാൽ ഒന്ന് തലോടി കൊടുത്ത ചെറിയൊരു ശിക്ഷയാണോ ഈ ഹൗസിംഗ് കോർപ്പറേഷൻ MD? അല്ല. അല്ല, ശരി. അദ്ദേഹത്തിന് ചർച്ചയിലേക്ക് തിരിച്ചു വരുന്നു. നമ്മോടൊപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ പത്രപ്രവർത്തകൻ ശ്രീ A. സജീവൻ കൂടെ ചേരുകയാണ് കോഴിക്കോട് സ്റ്റുഡിയോയിൽ നിന്നും. ശ്രീ A. സജീവൻ, പോലീസിന്റെ തലപ്പത്തുള്ള സ്ഥാനചലനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. CPMന്റെ വാദം അഴിമതിയെ തുടച്ചു നീക്കുവാൻ വേണ്ടിയിട്ട് അതിനോടൊപ്പം നിന്നവരാരും കൂടെ വേണ്ട, കാര്യക്ഷമതയുള്ളവർ മാത്രം മതി ഇതിന്റെ മുകളിലേക്ക്, സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾക്ക് ചടുലമായി നടപടിയെടുത്തവർ മാത്രം മതി, ഇല്ലാത്തവർ വേണ്ട. എന്നാൽ ചട്ടലംഘനമാണ് എന്ന വാദം അപ്പുറത്തെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അതുപോലെ ശ്രീ സെൻകുമാറിനോട് മര്യാദയോടുകൂടെ അല്ല പെരുമാറിയത് ഈ സർക്കാർ എന്ന വാദവും ഉണ്ടാകുന്നു. എങ്ങനെയാണ് താങ്കൾ ഇതിനെ നിരീക്ഷിക്കുന്നത്? ശ്രീ സജീവൻ. അല്ല, ചട്ടലംഘനമെന്ന് പറയുന്നതില്ല. സർക്കാരിന് എപ്പോഴും സർക്കാരിലുള്ള ഉദ്യോഗസ്ഥരെ താക്കോൽ സ്ഥാനങ്ങളിൽ നിർത്താനുള്ള അവകാശമുണ്ട്. വിശ്വാസത്തിലെടുക്കാൻ പറ്റാത്ത ആളുകൾ ചുമതലയിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് സർക്കാർ എന്താണോ തീരുമാനിക്കുന്നത് അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള നിലപാടിലേക്ക് ആ ഉദ്യോഗസ്ഥന്മാർക്ക് കൊണ്ടുപോകാൻ പറ്റും. എപ്പോഴും ഒരു സർക്കാരിന് നല്ല പേരുണ്ടാക്കുന്നതും ചീത്തപ്പേരുണ്ടാക്കാനും ഏറ്റവും കൂടുതൽ കഴിയുക ആഭ്യന്തര വകുപ്പിനാണ്. അതിൻ്റെ മേധാവിയായിരിക്കുന്ന ഒരാൾ സർക്കാരിനോട് താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ സർക്കാരിന് കീഴ്പ്പെട്ടുകൊണ്ട് നിൽക്കാൻ തയ്യാറാവാത്ത ഒരു ആളാണെങ്കിൽ എപ്പോഴും തലവേദനയായിട്ട് മാറും. അതുകൊണ്ട് തന്നെയാണ് ഏത് സർക്കാർ വരുമ്പോഴും, അതിപ്പോൾ LDF സർക്കാരിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷമുള്ള ഒരു നിലപാടൊന്നുമില്ല. നമുക്കറിയാവുന്നതാണ്, ഏറ്റവും ശക്തമായിട്ട് പോലീസിനെ ഭരിച്ചിരുന്നതും ഏറ്റവും തനിക്കിഷ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ മാത്രം ഒരു കോർ ടീമായിട്ട് നിർത്തിയിരുന്നതും ശ്രീ K. കരുണാകരനാണ്. അദ്ദേഹത്തിനാണ് ഈ ആശ്രിത വാത്സല്യം ഏറ്റവും കൂടുതൽ. പോലീസിൽ
നടപ്പാക്കിയ ആൾ. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ആളുകൾ ധാരാളം ആൾ, നമുക്കറിയാവുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ടായിരുന്നു. അടിയന്തരാവസ്ഥക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ആജ്ഞാനുവർത്തികളായിട്ട് പ്രവർത്തിച്ചവരായിരുന്നു എല്ലാം മിക്ക പോലീസ് തലപ്പത്തുള്ള ഉദ്യോഗസ്ഥന്മാരും. അപ്പം അതുകൊണ്ട് അതൊരു ഒരു താൻ തീരുമാനിക്കുന്നതിനനുസരിച്ച് കാര്യങ്ങൾ പോകണമെന്ന് ഒരു മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ആ ഭരണ ചുമതലയുള്ള ആളുകളോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളൊക്കെ വിചാരിക്കുന്നത് തെറ്റായ കാര്യമൊന്നുമല്ല. അതിന് കീഴ്വഴക്കമുണ്ട് എന്നുള്ളതിന് തെളിവായിട്ടാണ് ഞാൻ പറഞ്ഞത്. കരുണാകരന്റെ കാലം മുതൽ നമുക്ക് വളരെ സുപരിചിതമായ ശ്രീ സജീവൻ, തെറ്റിനപ്പുറത്തേക്ക് ശ്രീ സെൻകുമാറിനെ മാറ്റിയ രീതി, അതായത് അദ്ദേഹം തന്നെ പറഞ്ഞത് കുറച്ചുകൂടെ കൃത്യമായി എന്നെ വിളിച്ചു പറയാമായിരുന്നു, എന്നെ കൃത്യമായി അറിയിക്കാമായിരുന്നു, അതിനകത്ത് എവിടെയെങ്കിലും ഒരു തെറ്റുള്ളതായി താങ്കൾ കാണുന്നുണ്ടോ? അല്ല, അതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾ എങ്ങനെ വേണമെന്നുള്ള കാര്യത്തിൽ എനിക്കറിയില്ല. പക്ഷെ എന്നാൽ പോലും എനിക്ക് ഇപ്പോൾ സെൻകുമാർ ഇതിനോട് പ്രതികരിച്ച രീതി സ്വാഭാവികമായിട്ടും നമുക്കറിയാവുന്നതാണ്. പോലീസിൽ ധാരാളം DGPമാരുണ്ട്. ആ DGPമാരെ എല്ലാ ആളുകളും ഒരേപോലെ ഒരേ റാങ്കിലുള്ള ആളുകളാണെങ്കിൽ പോലും അതിൽ ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള ആളാണ് പോലീസ് മേധാവിയായിട്ട് വരുന്നത്. അപ്പം പോലീസ് മേധാവി എന്ന് പറയുമ്പോൾ ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള DGPയാണ്. അത് ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് ഇനിയിപ്പോൾ അദ്ദേഹത്തെ നിയമിക്കാൻ പോകുന്നു എന്ന് പറയുന്ന പോലീസ് ഹൗസിംഗ് കൺസ്ട്രക്ഷൻ്റെ MD ആയിട്ട് പോകുമ്പോൾ ഒരു താഴ്ത്തിക്കെട്ടലായിട്ട് സ്വാഭാവികമായിട്ടും തോന്നാം. അദ്ദേഹം പ്രതികരിച്ചതിനോടോ ഞാൻ ആരുടെ മുമ്പിൽ നട്ടല് വളച്ചില്ല എന്നൊക്കെ പറയുന്നതിനോടോ എനിക്ക് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തോട് വിരോധമൊന്നുമില്ല. പക്ഷേ ഒരു സർക്കാരിൻ്റെ ബാധ്യത ഇതാണ്. സർക്കാർ ഇങ്ങനെയൊക്കെ അദ്ദേഹത്തെ വിളിച്ച് വളരെ മാന്യമായിട്ട് പറയുക, അങ്ങനെ ഒരു കീഴ്വഴക്കമൊന്നുമില്ല. സർക്കാർ വരുമ്പോൾ അഴിച്ചുപണി ഉണ്ടാവുന്നു. അഴിച്ചുപണി സർക്കാർ ഓർഡറായിട്ട് ആണ് വരിക. ആ ഓർഡർ അതിൻ്റെ രീതിയിൽ അതിൻ്റെ പ്രൊസീജിയറിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടോ നോക്കേണ്ടത് ആ പ്രൊസീജിയറിലെ പാളിച്ചകൾ. അപ്പോൾ സെൻകുമാർ പറയുന്നത് അങ്ങനെയല്ല, എന്നെ വിളിച്ച് മാന്യമായിട്ട് പറയേണ്ടിയിരുന്നു. വ്യക്തമാണ്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ഞാൻ തിരിച്ചു വരാം. ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ശ്രീ ഷഫീർ ഉയർത്തിയ ഒരു കാര്യം, കൃത്യമായ ഒരു മര്യാദ കാണിച്ചില്ല സ്റ്റേറ്റ് പോലീസ് ചീഫിനോട്. ഒന്ന്. രണ്ടാമത്, മറ്റൊരു സംശയമുള്ളത്, ശ്രീ ജേക്കബ് തോമസിനെ പോലെ പത്രങ്ങളോടും മാധ്യമങ്ങളോടുമല്ല, ഒരുപക്ഷെ പത്രങ്ങളുടെ മുമ്പിലേക്ക് ടേപ്പുമായി വന്ന് ഒരു ഹാസ്യരൂപേണ കാര്യങ്ങളെ അവതരിപ്പിച്ച, കളിയാക്കുന്ന രൂപേണ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും കാര്യങ്ങൾ അവതരിപ്പിച്ച ഒരാളെ എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ വിജിലൻസ് ഡയറക്ടറായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്? കൂടുതൽ തലവേദന സർക്കാരിന് തന്നെ ഉണ്ടാകുമോ ഭാവിയിൽ? അല്ല, ഞങ്ങൾക്ക് അഴിമതി വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നവരെ സ്വീകാര്യമാണ്. അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിൻ്റെ ഭാഗമായിട്ട് പീഡിപ്പിക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് ജേക്കബ് തോമസ്. അദ്ദേഹം കൃത്യമായി സത്യസന്ധമായി കേരളത്തിൽ പ്രത്യേകിച്ച് വിജിലൻസ് ഡയറക്ടർ എന്ന രീതിയിലുള്ള ചുമതല നിർവഹിച്ചുകൊണ്ട് പ്രവർത്തിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് തന്നെയാണ്. പേടിയില്ല, അതിൽ ഞങ്ങൾക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ഈ ഫേസ്ബുക്കിൽ ഒരാൾ ഇന്ന് പോസ്റ്റ് ഇട്ടത് ഞാൻ കാണുകയുണ്ടായി. അപകടകാരിയായ സത്യസന്ധനാണ് ജേക്കബ് തോമസ് എന്നാണ്. നിയമിക്കണമെങ്കിൽ അസാമാന്യമായ ചങ്കൂറ്റം വേണം എന്ന് ഒരാൾ ഇന്ന് ഫേസ്ബുക്കിൻ്റെ ഭാഗമായിട്ട് പോസ്റ്റ് ഇടുകയുണ്ടായി. ശരിയാണത്. അസാമാന്യമായ ചങ്കൂറ്റത്തോടുകൂടി തന്നെയാണ് ഈ കാര്യം നിശ്ചയിക്കുന്നത്. കാരണം ഒന്നാമത്തെ കാര്യം, രാഷ്ട്രീയ അഴിമതി അവസാനിപ്പിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അതിൻ്റെ ഗവൺമെൻറ്റിൽ രാഷ്ട്രീയ അഴിമതി നടത്തുന്ന അധികാരം ഉപയോഗിച്ച് പണം സമ്പാദിക്കുന്ന ഒരാളും നിലവിലുണ്ടാവില്ല. അത് ഉറപ്പാക്കുന്ന ഒരു ഭരണ സംവിധാനത്തിൽ നിന്ന് ഏത് ജേക്കബ് തോമസിനെയും ഞങ്ങൾക്ക് സ്വീകരിക്കാനാവും. അഴിമതി വിരുദ്ധമായ നിലപാട് സ്വീകരിച്ച പാരമ്പര്യം അദ്ദേഹത്തിനുണ്ട്. ബാർക്കോഴ കേസിൻ്റെ ഭാഗമായിട്ടുണ്ട്, പാറ്റൂർ കേസിൻ്റെ ഭാഗമായിട്ട് ഭൂമി തട്ടിപ്പ് കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ട്, 2 റിപ്പോർട്ടുകളും കൃത്യമായിട്ട് മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ബന്ധപ്പെട്ട മന്ത്രിമാരുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളതാണ്. ആ റിപ്പോർട്ടൊക്കെ പലപ്പോഴും അപകടകരമാണെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിനെ ഒഴിവാക്കുന്ന സമീപനമാണ്. അല്ലെങ്കിൽ അദ്ദേഹം കൊടുത്ത റിപ്പോർട്ട് തന്നെ ലോകായുക്തത്തിന് മുമ്പ് കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് അദ്ദേഹം പറഞ്ഞ് പുറത്തു വിടേണ്ടതാണ്. അതിൽ മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്ക് പങ്കിട്ടെന്ന് വ്യക്തമാക്കിയതാണ് ആ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട്. എന്നിട്ട് പറഞ്ഞ് പുറത്ത് വിടാൻ പാടില്ല. അത് പുറത്ത് കണ്ടില്ല, അത് പുറത്ത് വിടാതിരിക്കുക ചെയ്തത്. കാരണം മാണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ആൾ. അപ്പോൾ ഇതെല്ലാം പുറത്തു വരിക എന്നുള്ള തീരുമാനത്തോടുകൂടെ തന്നെയാണ് ജേക്കബ് തോമസിനെ തന്നെ വിജിലൻസിന്റെ മേധാവിയായി വെക്കുന്നത്. ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല. എന്നാൽ ഇവിടെ ഈ കേരളത്തിൽ നടന്ന ഇതുപോലുള്ള എല്ലാ തട്ടിപ്പുകളും
ഒരുപാട് തട്ടിപ്പുകളെ പറ്റി ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ പാറ്റു ഭൂമിൻ്റെ പ്രശ്നം നേരത്തെ പറഞ്ഞാണ്, ബാർക്കോഴ പ്രശ്നം പറഞ്ഞാണ്, സോളാർ പ്രശ്നം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇങ്ങനെ ഭയമില്ല, എല്ലാ തട്ടിപ്പുകളും പുറത്തു കൊണ്ടുവരും എന്ന് പറയുമ്പോൾ എൻ്റെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഞാൻ ഒന്നുകൂടെ വരുന്നു. ഇതിൻ്റെ അടുത്ത് സെൻകുമാർ അദ്ദേഹത്തിൻ്റെ പത്രങ്ങളെ ഫേസ് ചെയ്ത സമയത്ത് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് നിയമ നടപടിയാണ്. അതിപ്പോൾ എല്ലാവരും വ്യക്തമാക്കുകയുണ്ടായി. സർക്കാർ എടുത്ത ഒരു തീരുമാനത്തിന് ഓവർ റൈഡ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് കോടതി എന്നുള്ളത്. ജനാധിപത്യമാണ്, സർക്കാരാണ് അതിൽ അവസാന വാക്കായി വരുന്നത്. പക്ഷേ ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു മര്യാദയുടെ ലംഘനം ഉണ്ടായോ? സെൻകുമാറിനെ കൃത്യമായി ട്രീറ്റ് ചെയ്തില്ലേ? അല്ല, നമ്മൾ ഈ നാട്ടുമര്യാദയല്ല ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള മര്യാദ. നമ്മളിപ്പോൾ ഒരാളോട് ലോഹ്യം പറഞ്ഞു, ഒരാളോട് വർത്തമാനം പറഞ്ഞു, അയാൾക്ക് വരാൻ സാധ്യതയുള്ള ഒരു പ്രയാസം മനസ്സിലാക്കി ആ പ്രയാസം നിങ്ങൾക്ക് വരും എന്ന് വിളിച്ച് പറയാൻ പറ്റുമോ? ഗവൺമെന്റ് എന്ന രീതിയിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ അതിനെ എങ്ങനെ കാണുന്നു? ആ ഒരു പോയിന്റിന് നിയമത്തിനപ്പുറത്തേക്ക് ഈ ഒരു ധാർമ്മിക പ്രശ്നത്തിന്. അല്ല, ഞാൻ ഏത് സർക്കാർ വന്നാലും ശരി, ഉദ്യോഗസ്ഥന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കേണ്ടെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇടതുപക്ഷം വന്നാലും ശരി, അവരെ എവിടെ പോയിട്ടാലും ആ സ്വഭാവം മാറ്റാനൊന്നും സർക്കാരിന് സാധിക്കത്തില്ല. ആ ഓരോ സ്ഥലത്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ ആ സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ധർമ്മം അവരനുഷ്ഠിക്കും. അത് സർക്കാരിൻ്റെ പോളിസി അതനുസരിച്ച് പ്രവർത്തിക്കാൻ ഉദ്യോഗസ്ഥന്മാരെല്ലാം ബാധ്യസ്ഥന്മാർ ചെയ്യും. അങ്ങനെ ഒരു വിശ്വാസത്തിലെടുത്ത് വേണം മുന്നോട്ട് പോകണമെന്നുള്ള. കാരണം ഇനി അദ്ദേഹത്തിന് ഇനി 1 വർഷം കൂടെ ഉള്ളൂ, കഷ്ടിച്ച് 1 വർഷം കൂടെ ഉള്ളൂ സർവീസ് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു, 1.5 വർഷമുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് മതിയായിരുന്നു. കാരണം അങ്ങനെയൊന്നും ആ ഒരു പൊസിഷനിൽ ഇരുന്നു കൊണ്ട് ഒരു സർക്കാരിനെതിരായിട്ടൊന്നും നീങ്ങാൻ പറ്റില്ല. സർക്കാരിൻ്റെ പോളിസി തന്നെ നടപ്പാക്കും എല്ലാവരും, അതിനൊന്നും മാറ്റമില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇതിലെ മറ്റൊരു കാര്യം, ശ്രീ സെൻകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു വാക്ക്, ബഹ്റയാവാൻ എനിക്ക് കഴിയില്ല. അത് അദ്ദേഹം ഒരു 1.5 മിനിറ്റ് സംസാരത്തിനിടയിൽ 2-3 പ്രാവശ്യം ആവർത്തിക്കുകയുണ്ടായി. എന്താണ് ഈ ബഹ്റയാകാൻ എനിക്ക് കഴിയില്ല എന്ന് മാറുന്ന സ്റ്റേറ്റ് പോലീസ് ചീഫ് വരുന്ന സ്റ്റേറ്റ് പോലീസ് ചീഫിനെ കുറിച്ച് പറയുന്നത്? എന്താണ് നമ്മൾ അതിനെക്കുറിച്ച് അതിൽ മനസ്സിലാക്കേണ്ടത്? അല്ല, ഓരോ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പറ്റി ഓരോരുത്തരുടെ നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാവർക്കും വ്യക്തമായിട്ട്, കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം. അപ്പം സെൻകുമാർ ആ ഒരു പൊസിഷൻ കീപ്പപ്പ് ചെയ്യാൻ ഒത്തിരി സഹിച്ചിട്ടുണ്ടാവും. കാരണം അദ്ദേഹം ഒരു ക്ലബ്ബിൽ പോകത്തില്ല, അങ്ങനെ പോകും. അതേസമയത്ത് ബെഹ്റ സാറ് പോകുന്നതായിട്ടാണെന്ന് പല എറണാകുളത്തിരുന്നപ്പോഴൊക്കെ പോകുന്നുണ്ട്. പക്ഷേ കഴിവുള്ളിടത്തോളം പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെയുള്ള പൊതുവായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ക്ലബ്ബുകൾ ഇങ്ങനെ ആൾ കൂടുന്നിടത്തൊക്കെ പോകാതിരിക്കുന്നതാണ് നല്ല പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ലക്ഷണം തന്നെയാണ്. ശരി, ശ്രീ എ സജീവൻ, ബഹ്റയാകാൻ എനിക്ക് കഴിയില്ല എന്ന ടി.പി. സെൻകുമാറിന്റെ ആ വാക്കുകൾക്കുള്ളിൽ ഒരു ഒളിയമ്പുണ്ടോ, അല്ലെങ്കിൽ ബഹ്റയെക്കുറിച്ചുള്ള ഒരു നെഗറ്റീവായ പരാമർശമുണ്ടോ എന്നെങ്ങനെയാണ് നമ്മൾ വായിച്ചെടുക്കേണ്ടത്? അതോ വളരെ നിഷ്കളങ്കമായ ഒരു പരാമർശം മാത്രമാണോ അത്? അല്ല, നിഷ്കളങ്കമായ പരാമർശം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരാൾ ഒരു സ്ഥാനത്ത് നിന്ന് പോകുന്നു, അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത രീതിയിൽ പോകുന്നു, അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും പ്രതിഷേധിക്കാനും വിഷമം അറിയിക്കാനൊക്കെ അതിനൊക്കെ വകുപ്പുണ്ട്. വേണമെങ്കിൽ അദ്ദേഹം പറഞ്ഞ പോലത്തെ നിയമ നടപടിയിലേക്ക് പോവുകയും ചെയ്യാം. അതൊക്കെ പോകുന്നതിന് അപ്പുറത്തേക്ക് ഇപ്പം താൻ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്ത് നിന്ന് മാറുന്നു, ആ സ്ഥാനത്തേക്ക് വരുന്ന ഒരാൾ മോശക്കാരനാണ് എന്ന് പറയാതെ പറയുന്നൊരു ഏർപ്പാടുണ്ട്. അപ്പം ബഹ്റയാവാൻ എനിക്ക് കഴിയില്ല എന്ന് പറയുമ്പോൾ സാധാരണക്കാരൻക്ക് എങ്ങനെ ബഹ്റയുടെ രൂപം അല്ലല്ലോ നോക്കുക. സെൻകുമാറിൻ്റെ രൂപവും ബഹ്റയുടെ രൂപവും നോക്കിയിട്ട് അതേപോലെ ആവാൻ കഴിയില്ല, അല്ലെങ്കിൽ സംസാരത്തിൻ്റെ രീതി വെച്ചിട്ട് നോക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ മലയാളിയാണോ അല്ലയോ എന്നുള്ളതിന് വെച്ചിട്ട് നോക്കാം. ഇങ്ങനെയല്ലല്ലോ ആളുകൾ കണക്ക് കൂട്ടുക. ബഹ്റയാകാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ബഹ്റയ്ക്ക് എന്തോ മോശമായിട്ടുള്ള ഒരു പ്രതിച്ഛായയുണ്ട് എന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുക. അത് ഞാൻ പറഞ്ഞാലും താങ്കൾ പറഞ്ഞാലും ആര് പറയുമ്പോഴുണ്ടാകുന്ന ഞാൻ മറ്റാളാവില്ല എന്ന് പറയുന്നില്ല. മാത്രമല്ല അദ്ദേഹം അതിനോടൊപ്പം ചേർത്ത് പറഞ്ഞ വേറെ കാര്യം കൂടിയുണ്ട്. ആരുടെയും മുമ്പിൽ നട്ടല് വളച്ചിട്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പോൾ ബഹ്റയാവാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ബഹ്റ നട്ടല് വളയ്ക്കുന്ന ഒരാളാണ് എന്ന സ്വാഭാവികമായിട്ട് അദ്ദേഹം ഉദ്ദേശിച്ചാലും ഇല്ലെങ്കിലും അങ്ങനെ തിരിച്ചു വരാം. ഒരു ചെറിയ ഷഫീർ, ജേക്കബ് തോമസ് പറഞ്ഞ വാക്കുകൾ സർക്കാരിന് തീരുമാനങ്ങൾക്ക് എതിരായിരുന്നു. അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ ഹൗസിംഗ് കോർപ്പറേഷന്റെ MD ആക്കുക മാത്രമാണ് ഉമ്മൻചാണ്ടി ചെയ്തത് എന്ന് താങ്കൾ പറയുകയുണ്ടായി. ഞാൻ പറഞ്ഞത് തെറ്റുണ്ടെങ്കിൽ തിരുത്താം. അങ്ങനെയാണ് താങ്കൾ പ്രസ്താവിച്ചത്. ഇപ്പോൾ സ്റ്റേറ്റ് പോലീസ് ചീഫിന്റെ സ്ഥാനം വിട്ടൊഴിഞ്ഞു പോകുന്ന ശ്രീ ടി.പി. സെൻകുമാർ തിരിഞ്ഞു നോക്കി പറയുന്നത് എനിക്ക് ബഹ്റയാകാൻ കഴിയില്ല എന്നാണ്. അതായത് ബഹ്റ ചില കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ് ഇത്ത സ്ഥലങ്ങളിലേക്ക് ഈ പൊസിഷനിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ ഇനി ഇങ്ങനെ തുടരണമെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും, ചില കാര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കേണ്ടി വരും, ഒന്ന് കടന്നു വ്യാഖ്യാനിച്ചാൽ നട്ടെല്ല് വളയ്ക്കേണ്ടി വരും. അങ്ങനെ സ്വന്തം കൂടെയുള്ള ഒരു ഉദ്യോഗസ്ഥനെ കുറിച്ച്, കേരളത്തിൻ്റെ സ്റ്റേറ്റ് പോലീസ് ഹെഡ് ആവേണ്ട ഒരാളെക്കുറിച്ച് ഇത്തരത്തിലൊരു ദുസൂചന കൊടുക്കുന്ന പ്രസ്താവന നടത്തിയിട്ട് ഇറങ്ങിപ്പോകുന്നത് ശരിയാണോ ശ്രീ ഷഫീർ? അല്ല, സെൻകുമാർ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിൻ്റെ വൈശിഷ്ട്യം നിലനിർത്തുന്ന തരത്തിൽ സംസാരിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.
പാർട്ടിയുടെ അഭിപ്രായം മാറ്റമൊന്നുമില്ല. പക്ഷേ സെൻകുമാറിനെ മാറ്റിയ രീതി ഞങ്ങൾ ജേക്കബ് തോമസിനെ കൈകാര്യം ചെയ്ത രീതി പോലെ അല്ല. ഞാൻ പിന്നെ ബഹുമാനായ ശ്രീ ഗോവിന്ദ മാസ്റ്റർ ഇപ്പുണ്ടല്ലോ, ഇവർ 6 മാസം സഹിക്കില്ല ജേക്കബ് തോമസിനെ കൊണ്ട്. പക്ഷെ അവർക്ക് ആ ധൈര്യമുണ്ടെന്നാണ് പറയുന്നത്. പറയാൻ കാര്യമുണ്ട്. ഇന്നിപ്പോ ഗോവിന്ദൻ മാസ്റ്റർ വന്നിട്ടാണ്. ഇത്തരത്തിൽ 6 മാസം സഹിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾക്ക് പോലും ഉറപ്പുള്ള ഒരാളെ എന്ത് ധൈര്യത്തിലായിരിക്കും അവരെടുത്ത് വിജിലൻസ്? അതാണ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇതിനകത്ത് ജേക്കബ് തോമസിനെ പോലത്തെ ആളിനെ ഇവിടെ ഇരിക്കുമ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ വന്നിട്ട് ഈ ചാനൽ ചർച്ചയെ പറയാ, സർക്കാരിൻ്റെ അവസാനത്തെ എല്ലാ ഉത്തരവുകളെയും അഴിമതിയും ഞങ്ങൾ അന്വേഷിക്കും. അത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുമ്പ് പറയാം, മുഖ്യമന്ത്രിയുമായിട്ട് അടുപ്പമുള്ള ആളെന്നിൽ പറയാം. പക്ഷേ ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറയുന്നതിന് മുമ്പ്, കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പറയുന്നതിന് മുമ്പ് ഇറങ്ങി നിന്ന് പറയുക, സാർ ആ വാക്കെന്തായിരുന്നത്? എന്ത് ലളിതമായിട്ട് അന്വേഷിക്കുന്നു, എന്തെന്ന് പറഞ്ഞാൽ ഒരു ആ വിശുദ്ധിയോടുകൂടി ഞാൻ അന്വേഷിക്കും എന്ന് പറയാൻ ഇയാൾ ആര് ചുമതലപ്പെടുത്തി? നിങ്ങൾ നോക്കിയോ, ഈ ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിക്കുന്ന ഉദ്യോഗസ്ഥൻ ജേക്കബ് തോമസ് ആയിരിക്കും. അയാൾ പോലീസ് സേനയുടെ അച്ചടക്കത്തിനകത്ത് കയറിയ ക്യാൻസർ ആണെന്ന് ഇവർക്ക് വെളിവാകും. ഇതൊന്നും അറിയാതെയാണോ അവരെ പഠിക്കും. രണ്ട് ഉദ്യോഗസ്ഥൻ ആഭ്യന്തരമന്ത്രിയെ കാണുമ്പോൾ സല്യൂട്ട് ചെയ്യാതിരുന്നതിനെ ന്യായീകരിച്ച ആളുകളാണ് ഇടതുപക്ഷം. അവർക്ക് അതിന്റെ ഫലവും കിട്ടും. ഒറ്റ കാര്യം പറയാം, ഒരു കാര്യം പറയട്ടെ. ഞങ്ങൾ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ മാറ്റുമെന്ന് പറഞ്ഞല്ലോ. മാഷ് മറുപടി പറയേണ്ട കാര്യമുണ്ട്. കൺസ്യൂമർ ഫെഡിൽ അഴിമതി കാണിച്ച് 4 വിജിലൻസ് കേസിൽ പ്രതിയായി പുറത്തുപോയ CI2 നേതാവ് ജയകുമാർ മാനേജര, അദ്ദേഹത്തെ ഗവൺമെൻറ് വന്ന ഉടനെ തിരിച്ചെടുത്തു. ജനങ്ങളും പത്രമാധ്യമങ്ങളും പ്രതിഷേധം നടത്തിയപ്പോൾ ആ ഉത്തരവ് പിൻവലിച്ചു. ഇതും മാഷ് മറുപടി പറയേണ്ട കാര്യമാണ്. അപ്പോൾ ഒരു സൈഡിൽ കൂടി അഴിമതി വിരുദ്ധ പ്രഭാഷണം നടത്തുക, മറു സൈഡിൽ കൂടി തിരിച്ചു കൊണ്ടുവരിക. ശ്രീ ജോർജ് ജോസഫ്, ഈ പറഞ്ഞ തീരുമാനങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി വളരെ ചുരുക്കി പറഞ്ഞാൽ ഒരു 3 പോയിന്റിലേക്ക് പറയുകയാണെങ്കിൽ അടുത്ത് എന്ത് മാറ്റമാണ് പോലീസ് ഫോഴ്സിന് ആവശ്യമായിട്ടുള്ളത്? ഒരു മോഡേണൈസേഷൻ വരാൻ വേണ്ടിയിട്ട് വളരെ ചുരുക്കത്തിൽ. അതെ, മോഡേണൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവരുടെയും ധാരണ കുറേ വണ്ടി വാങ്ങിക്കുക, കമ്പ്യൂട്ടറൈസ് ചെയ്യുക, പോലീസ് സ്റ്റേഷൻ പെയിൻ്റ് അടിക്കുക, അതല്ല. അടിസ്ഥാനപരമായിട്ട് പോലീസ് സ്റ്റേഷനിലെ പ്രവർത്തനം മാറണം. പോലീസ് സ്റ്റേഷനിലെ ഇന്ന് ഗ്രേഡ് SI, ഗ്രേഡ് ASI, ഗ്രേഡ് അക്കൗണ്ട്സോൾ എന്നൊക്കെ പറഞ്ഞ് ഇവരാരും അക്കൗണ്ട്സോൾ ടെസ്റ്റ് പാസ്സാകാത്തവരാണ്. അവർക്ക് അന്വേഷണം അറിയില്ല. അത് അന്വേഷണത്തിൽ ഈ വഴിതെറ്റി പോകുന്ന ഈ ഏറ്റവും താഴെക്കടയിലുള്ളവർ, അവർക്ക് അത് കൃത്യമായ ഇൻവെസ്റ്റിഗേഷൻ്റെ അവർക്ക് പഠനമില്ല. അതുപോലെ തന്നെ പ്രിൻസിപ്പൽ SI എന്ന് പറയുന്ന ആൾ തന്നെ ആയിരിക്കണം പോലീസ് സ്റ്റേഷനിൽ. ഇന്ന് അവിടെ അഡീഷണൽ SI വന്നു കഴിഞ്ഞ് ഇന്നത്തെ കാര്യം അയാൾ ക്രൈമും മറ്റേ ആൾ ലോ ആൻഡ് ഓർഡറും. ഒരു കള്ളൻ ഒരു പോലീസ് സ്റ്റേഷന് മുന്നേ കൂടെ പോയാൽ ലോ ആൻഡ് ഓർഡർ SI മൈൻഡ് ചെയ്യത്തില്ല. ആ സിസ്റ്റം മാറണം. പ്രിൻസിപ്പൽ CRPCയിലെ പ്രിൻസിപ്പൽ SI എല്ലാ സിസ്റ്റംസിലാണ് മാറ്റം വരേണ്ടത്. ശ്രീ A. സജീവൻ, എന്ത് തരം മാറ്റമാണ് പോലീസിൽ ഇനി വളരെ അടിയന്തരമായി ഉണ്ടാകേണ്ടതായി താങ്കൾ കാണുന്നത്? വളരെ ചുരുക്കത്തിൽ. പോലീസിൽ അടിയന്തരമായിട്ട് ഉണ്ടാവേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ ജേക്കബ് തോമസ് പറഞ്ഞ പോലെ ശരിയായി ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ അന്വേഷണം നടത്തുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു തന്നെ. ഇപ്പോൾ ഷഫീർ കുറ്റം പറഞ്ഞല്ലോ, ശരിക്കും അദ്ദേഹം പറഞ്ഞാണ് വേണ്ടത്. ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ സത്യസന്ധമായിട്ട് ധാർമ്മികമായിട്ട് അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാർ ഉണ്ടെങ്കിൽ ഇവിടെ പല കേസുകളും പാതി വഴിയിൽ വെച്ച് മുങ്ങുന്നൊരവസ്ഥ ഉണ്ടാവില്ല. അതാണ് ആദ്യമായിട്ട് വേണ്ടത്. ഇപ്പം ബാക്കിയുള്ള സംവിധാനങ്ങളൊക്കെ നേരത്തെ ജോർജ് ജോസഫ് പറഞ്ഞ പോലെ ഈ കമ്പ്യൂട്ടറും മറ്റുമല്ല വേണ്ടത്. അന്വേഷണത്തിൽ നട്ടലുള്ള ഉദ്യോഗസ്ഥന്മാർ. ശരി, വ്യക്തമാണ്. അഴിമതി ഷഫീർ പറഞ്ഞു നിർത്തിയത് നിങ്ങൾ അനുഭവിക്കും വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഈ തീരുമാനങ്ങൾക്കെന്നാണ്. എങ്ങനെ പ്രതികരിക്കുന്നു? ഞങ്ങൾക്കതിൽ തെല്ലും ഭയമില്ല. അഴിമതി നടത്തിയ ആരായാലും, നേരത്തെ പറഞ്ഞില്ല, കൺസ്യൂമർ ഫെഡിൻ്റെ മാനേജർ ഏത് മാനേജരായാലും ഒരുത്തനെയും വെച്ച് പൊറിപ്പിക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്വവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കില്ല, ഗവൺമെൻറ്റിനില്ല. അതുകൊണ്ട് ഗവൺമെൻറ് സുതാര്യമായിട്ട് അഴിമതി വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നതിൻ്റെ ആദ്യത്തെ പടി എന്ന രീതിയിൽ രാഷ്ട്രീയ അഴിമതി അവസാനിപ്പിക്കുന്ന ഒരു തലം കൈകാര്യം ചെയ്തുകൊണ്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ഒരാളെയും ഞങ്ങൾക്ക് ഭയപ്പെടേണ്ട കാര്യം. ഉന്നത തലങ്ങളിൽ ഇനിയും മാറ്റം പ്രതീക്ഷിക്കാമോ? എല്ലാ തലത്തിലും മാറ്റം ഉണ്ടാവും. മാറ്റമാണല്ലോ മാറ്റമില്ലാത്തത്. കൃത്യമായി മാറ്റങ്ങളുണ്ടാവും. മാറ്റമില്ലാത്ത ഒരേ ഒരു കാര്യം മാറ്റം മാത്രമാണ്. ഈ മാറ്റങ്ങളിലൂടെ എല്ലാം ശരിയാവുമെന്നാണ് പറഞ്ഞു വരുന്നത് അല്ലേ? കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് പോലീസിന്റെ തലപ്പത്തുള്ള അഴിച്ചുപണിയെക്കുറിച്ചും അത് നൽകുന്ന സൂചനകളെക്കുറിച്ചും അതിന്റെ ധാർമ്മികവും നിയമപരവുമായിട്ടുള്ള ലിമിറ്റേഷൻസിനെ കുറിച്ചും സ്കോപ്പിനെ കുറിച്ചും ഒക്കെയായിരുന്നു. ഒരു പോലീസാണ് ഒരു സംസ്ഥാനത്തിന്റെ നിലനിൽപ്പിന്റെ പ്രധാന ഘടകങ്ങളിൽ ഒന്ന്. അതുപോലെ ഒരു സർക്കാരിന്റെ മുഖം ഏറ്റവും നന്നാക്കുന്നതും ഏറ്റവും മോശമാക്കുന്നതിലും പോലീസിന് ഒരു വലിയ പങ്കുണ്ട്. സർക്കാരിന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ സംവിധാനവും പോലീസ് സംവിധാനവും എപ്പോഴും കൈകോർത്ത് പിടിച്ചുകൊണ്ടാകണം മുന്നോട്ട് പോകേണ്ടതും. അങ്ങനെ മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ട് ഈ മാറ്റങ്ങൾക്ക് കഴിയുമെന്നും ഈ മാറ്റങ്ങളിലൂടെ സമൂഹത്തിന് കൂടുതൽ നന്മയുണ്ടാകുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്.
പങ്കെടുത്ത എല്ലാ ബഹുമാന്യ വ്യക്തികൾക്കും ശ്രീ എ സജീവൻ, ജോർജ് ജോസഫ്, ശ്രീ ഷഫീർ, ശ്രീ എം വി ഗോവിന്ദ മാസ്റ്റർ വളരെ നന്ദി. പ്രേക്ഷകർക്കും നന്ദി.